ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചട്നിയാണ് കാണിക്കുന്നത്. ഇത് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ചട്നി, പെട്ടെന്ന് അരച്ചുണ്ടാക്കാം. ഇപ്പോൾ രാവിലേക്ക് ഓഫീസിലേക്ക് പോകാൻ ധൃതിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. അത് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. റൈസിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 100 ഗ്രാംസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ, അധികം പുളിയില്ലാത്തത്, അതായിരിക്കും ടേസ്റ്റ്. ഇതൊരു 70-75 ഗ്രാംസ് ഉണ്ടായിരിക്കും. അതായത് ഉള്ളിയുടെ അളവ് തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം. ഉള്ളിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. ഇപ്പം എണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4 സവാളയാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഒരു 3 തക്കാളി എടുത്താൽ മതിയാവും. തക്കാളിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിക്കനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക് അതിൻ്റെ കുരു കളഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക, അപ്പോഴാണ് അരയ്ക്കാൻ എളുപ്പം. അപ്പോൾ ഉണക്കമുളക് ഞാൻ കുറച്ച് എരിവുള്ളതും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളർ കൂടി കിട്ടും. അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഉണക്കമുളകായിട്ട് ഇങ്ങനെ ഹോൾ ചില്ലിയായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മുളക് പൊടി ചേർത്താൽ മതി. 2-3 സ്പൂൺ മുളക് പൊടി ചേർക്കുക കേട്ടോ, എരിവിനനുസരിച്ച്. അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്താൽ മതി. ഞാനിത് മുഴുവനായിട്ടുള്ള മുളകിന് പകരം മുളക് പൊടി ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇനി ഇത് 4ഉം കൂടിയിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് മിക്സിയുടെ ജാറെടുത്തിട്ട് ആദ്യം ആ ഉണക്കമുളക് പിന്നെ ഇഞ്ചിയും തക്കാളിയും കൂടിയിട്ട് ആദ്യം നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. തക്കാളിയിലുള്ള വെള്ളം തന്നെ ധാരാളമാണ്. മുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സവാള മുറിച്ചിടുക. സവാളയും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ സവാള അങ്ങനെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കടുക് വറുത്തിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് എനിക്ക് വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ ചട്നി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വഴന്നു വരണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇത് യാത്രകൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ല ഒരു ചട്നിയാണ് കേട്ടോ. ഇഡ്ലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, തക്കാളിയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ എടുത്തു വയ്ക്കാനുള്ള ചട്നിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ഇതിലത്തെ ആ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട്. അപ്പോൾ അതൊരു 2-3 ദിവസം അതിൽ കൂടുതൽ കേടുവരാതിരിക്കും. അന്നേ ദിവസത്തൊക്കെ ആണെങ്കിൽ പിന്നെ അത്രയൊന്നും കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ടേസ്റ്റാണിത്. ഞാനിത് വഴറ്റാൻ ഇതിലേക്ക് ഇടുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അത് വഴറ്റിയിരിക്കുന്നത്. നിങ്ങളിനി ഉപ്പ് ചേർത്തിട്ടില്ലെന്ന് ചോദിക്കണ്ട, ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് പുളി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അധികം ചേർക്കരുത്, ഒരു ലേശം ചേർത്താൽ മതി. ഞാൻ ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു, അധികമൊന്നും ചേർത്തിട്ടില്ല. വളരെ കഷ്ടി ഒരു നുള്ളായിട്ടേ ചേർത്തിട്ടുള്ളൂ, കാരണം ഇത് അധികം പുളിയില്ല, ഒട്ടും പുളിയില്ല എന്ന് തന്നെ പറയാം. ഈ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ പുളിക്കനുസരിച്ച് ലേശം പഞ്ചസാര ചേർത്തോളൂ കേട്ടോ, ആ പുളി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു ലേശം വെളിച്ചെണ്ണ ഞാൻ മീതെ ഒന്ന് ഒഴിക്കുന്നുണ്ട്.
അതെന്തിനാണെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ആ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതാണ്. പിന്നെ ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് അടിപൊളി ചട്നിയൊക്കെ റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.